ഏറ്റവും സിമ്പിളായിട്ട് വൈറ്റ് സോസ് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. ഇനി വീട്ടിൽ നമ്മൾ ആദ്യം പാസ്ത ഒന്ന് വേവിക്കണം. വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴാണ് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 2 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഒരു 90% ഒക്കെ വേവിച്ചാൽ മതി, നമുക്ക് പിന്നെ വേവിച്ചെടുക്കാനുള്ളതാണ്. അതിനുശേഷം പാസ്ത ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിലേക്ക് കുറച്ച് മാത്രം ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ഇത് സ്വീറ്റ് കോൺ ആണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം അത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തു. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് സമയം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് സോസ് കറക്റ്റായിട്ട് ആ ടേസ്റ്റിൽ വരുള്ളൂ. എന്നിട്ട് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നല്ല ലോ ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളെല്ലാം ഉടച്ചെടുക്കണം. ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പോരാ തോന്നുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് പാലും കൂടി എടുക്കുക. ഏകദേശം ഒരു 1.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതുപോലെ സോസ് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി, നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുത്തു. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും അവസാനം നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ചീസൊക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചൂടോടുകൂടി തന്നെ കുറച്ചും കൂടി ചീസ് ഗ്രേറ്റ് ചെയ്തതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.